ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, വടയുടെ കൂടെയൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചട്നീസ് ഉണ്ട്. എന്നാലും നമ്മുടെ വറ്റൽമുളക് വെച്ചിട്ടുള്ള നാടൻ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരം വറ്റൽമുളകിനെ ഒന്ന് കുതിർത്തെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് കല്ലുപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ ഞാൻ ഇതിനെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് പൊട്ടി വരുന്ന സമയം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലോട്ട് ആ ചട്നി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തയ്യാറായി. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്കായി ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ.